വെൽക്കം. റഹ്മാനാണ്. CNS അനാറ്റമി ആൻഡ് ഫിസിയോളജി ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അനാറ്റമി ഓഫ് സ്പൈനൽ കോഡിന്റെ അനാറ്റമി നമ്മൾ പറയുമ്പോൾ രണ്ട് അനാറ്റമി പറയണം. ഒന്ന് എക്സ്റ്റേണൽ അനാറ്റമിയാണ് പറയേണ്ടത്. എക്സ്റ്റേണൽ അനാറ്റമി പറയണം, ദെൻ ഇന്റേണൽ അനാറ്റമി പറയാം. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ അനാറ്റമി നമുക്ക് പറയണം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഓൺലി എക്സ്റ്റേണൽ അനാറ്റമിയാണ്. സോ ദിസ് ഈസ് സ്പൈനൽ കോഡ് അനാറ്റമി പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മൾ ഇന്റേണൽ അനാറ്റമി പറയാം. സോ സ്പൈനൽ കോഡ് നമുക്കറിയാം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇത് രണ്ടും കൂടി ചേർന്നാണല്ലോ സെൻട്രൽ നർവസ് സിസ്റ്റം. സോ സെൻട്രൽ നർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ബ്രെയിനെയും നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുക, അതാണ് പ്രധാനമായിട്ടും ഈ സ്പൈനൽ കോഡ് ചെയ്യുക. സോ ഇറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് അതർ ബോഡി ഏരിയാസ്. സ്പൈനൽ കോഡിന് ചില കാര്യങ്ങളിൽ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ചില തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പറ്റും, സ്പൈനൽ കോഡിന് സ്വയം ചെയ്യാം. സ്പൈനൽ കോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, സോ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരഭാഗങ്ങളിൽ നിന്ന്, ഇപ്പൊ ഇത് എന്റെ കൈയാണെന്ന് വിചാരിക്കുക, കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നെർവ് പോകുന്ന നെർവ്, അതിന് നമ്മൾ സെൻസറി നെർവ്സ് എന്നാണ് പറയുക. സെൻസറി നെർവ് അത് ബ്രെയിനിലേക്ക് എത്തിക്കുക. സോ സെൻസറി നെർവ്സ് ബ്രെയിനിലേക്ക് എത്തിക്കുക. ഇനി ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ് ഇതേ ഭാഗത്തേക്ക് പോകുക. ആ നെർവിനെ നമ്മൾ മോട്ടോർ നെർവ് എന്നാണ് പറയുക. മോട്ടോർ നെർവ്. സോ അപ്പൊ ഇങ്ങോട്ടേക്ക് ആരോ. സോ ഇതിന്റെ പാത്വേ ആണ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഈസ് പാത്വേ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ നെർവ്സ് ടു ദ ബ്രെയിൻ ആൻഡ് ഫ്രം ദ ബ്രെയിൻ. അതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തത് സ്പൈനൽ കോഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ certain reflexes. സ്പൈനൽ കോഡിന് സം റിഫ്ലക്സസ് ഉണ്ട്. സ്പൈനൽ കോഡിന്റെ റിഫ്ലക്സ് ആക്ഷൻ സ്പൈനൽ കോഡിൽ വെച്ചിട്ട് നടത്താൻ പറ്റുന്ന ചില റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. Then there are some other functions also. ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. ഇനി അനാറ്റമി പറഞ്ഞാൽ നമ്മുടെ സുഷുമ്ന എന്നാണ് കേട്ടോ സ്പൈനൽ കോഡിനെ വിളിക്കുക. CNSന്റെ ലോങ് സിലിണ്ടറിക്കൽ പോർഷൻ ആണ്. ലോങ് സിലിണ്ടറിക്കൽ, ഞാൻ ഉപയോഗിച്ച വാക്ക് സിലിണ്ടറിക്കൽ എന്ന വാക്കാണ്. സോ സ്പൈനൽ കോഡ് ഇസ് ദ ലോങ് സിലിണ്ടറിക്കൽ പാർട്ട് ഓഫ് ദ സെൻട്രൽ നർവസ് സിസ്റ്റം. അപ്പോൾ നീളം, ലോങ് എന്ന് പറയുമ്പോൾ ലെങ്ത്, നീളം എന്ന് വെച്ചാൽ 45 സെന്റിമീറ്റർ ആണ് പുരുഷന്മാരിൽ. സ്ത്രീകളിലാണ് 42 സെന്റിമീറ്റർ ആണ്. ഫീമെയിൽ ആവറേജ് ആണ് കേട്ടോ. ഒരു 18 to 16 ഇഞ്ച് കണക്കിൽ വേണ്ട ആൾക്കാർക്ക് ഇത്രയും പറയാം. അപ്പൊ സിലിണ്ടറിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും പറയാൻ പറ്റുള്ളൂ. ഡയമീറ്റർ എന്ന് പറയുന്നത് വെറും 2 സെന്റിമീറ്റർ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും 40 സെന്റിമീറ്റർ ഉള്ളതിന്റെ തൂക്കം നമ്മൾ കണക്കാക്കിയാൽ വെറും 30 ഗ്രാമേ ഉള്ളൂ. സോ ഇറ്റ്സ് ലോങ് ആണ്, തിൻ ആണ്, ഡെലിക്കേറ്റ് ആണ്. ഉണ്ടാക്കിയിരിക്കുന്നത് നെർവസ് ടിഷ്യൂ ആണ്. നെർവസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ന്യൂറോൺസ് കാണും, ന്യൂറാഗ്ലിയ കാണും. നമ്മുടെ ബ്രെയിൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അവിടെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നത് ക്രേനിയൽ ക്യാവിറ്റി, എല്ലും കൂടിനകത്താണ്. അപ്പൊ അതേപോലെ തന്നെയാണ് സ്പൈനൽ കോഡും. സ്പൈനൽ കോഡ് ഈസ് ഓൾസോ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് വെച്ചിരിക്കുന്നത് വേർട്ടിബ്രൽ കോളമാണ്. സോ ഈ പടം ഞാൻ വരച്ചിരിക്കുന്നത് വേർട്ടിബ്രൽ കോളമാണ്. ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. വേർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലാണ്. ഇതാണ് വേർട്ടിബ്ര. ഞാൻ ഒരു വേർട്ടിബ്ര മാത്രം വരച്ചിരിക്കുന്നു. ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. സോ അതിനകത്ത് വളരെ സുരക്ഷിതമായിട്ട് എല്ലും കൂടാരത്തിനകത്ത്, ബോണി കേജിനകത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ബ്രെയിന്റെ എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ബ്രെയിൻ എവിടെ അവസാനിക്കുന്നു അവിടെ സ്പൈനൽ കോഡ് തുടങ്ങണം. ബ്രെയിൻ അവസാനിക്കുന്നത് ഇതിന്റെ മുകളിൽ മെഡുല്ലയാണ്. നമ്മളിങ്ങനെ വരയ്ക്കുക. മെഡുല്ല, ഇവിടെ ഒരു ഫൊറാമൻ ഓഫ് മൺറോ ഉണ്ട്, അത് തീർന്നു. അപ്പൊ പിന്നെ സ്പൈനൽ കോഡാണ് ആരംഭിക്കുക. അപ്പൊ ഇവിടെ വെർട്ടിബ്രൽ കോളം കാണണം. അത് നമ്മൾ സെർവിക്കൽ 1 വെർട്ടിബ്രയാണ്. സോ സെർവിക്കൽ 1 വെർട്ടിബ്ര തൊട്ട് ഇത് സ്പൈനൽ കോഡ് ഉള്ളത് മുതിർന്നവരിൽ, ഇൻ അഡൽസ്, ഞാൻ മുതിർന്നവരുടെ കാര്യമാണ് പറയാ, L1 വരെയാണ്. ലംബാർ 1 തീരുന്നത് വരെ, ലംബാർ 1ന്റെ അറ്റം വരെയാണ് ഉള്ളത്. സോ C1 to L1 ആണ് വെർട്ടിബ്രൽ സെഗ്മെന്റ്സിലാണ് സ്പൈനൽ കോഡ് ഉള്ളത്. സോ അപ്പൊ ബാക്കിയുള്ള വെർട്ടിബ്രൽ സെഗ്മെന്റ്സിൽ സ്പൈനൽ കോഡ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ഇല്ല. അപ്പോൾ ഒരു 20 സെന്റിമീറ്ററോളം സ്പൈനൽ കോഡ് ഇല്ലാത്ത വെർട്ടിബ്രൽ കോളം ഭാഗവും ഉണ്ട്. പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ ഇതല്ലായിരുന്നു സ്ഥിതി. നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ L3 വരെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സ്പൈനൽ കോഡിന്റെ വളർച്ച പതുക്കുകയും ഈ എല്ലും കൂടാരത്തിന്റെ വളർച്ച അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെ വളർച്ച ഇത് സ്പീഡിലായതുകൊണ്ട് ഇതങ്ങ് നീണ്ടുപോയി. പക്ഷെ ഇതവിടെ വെച്ച് നിന്നുപോയി. സോ അതുകൊണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ L1 വരെ ഉള്ളൂ. ചെറുപ്പത്തിൽ L3 വരെ ഉണ്ടായിരുന്നു. ഇനി വെർട്ടിബ്രൽ കോളം അല്ലാതെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, നമ്മളത് ഓൾറെഡി പറഞ്ഞു. മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. സോ മെനിഞ്ചസിന്റെ ഏറ്റവും ഔട്ടർ ഇത് അപ്പോൾ ഡ്യൂറാമാറ്റർ ആണ് നീല കളറിൽ. ഈ കാണുന്നത് അരക്നോയിഡ് മാറ്റർ ആയിരിക്കും. ആൻഡ് ഈ പച്ച കളറിൽ കാണുന്നത് നമ്മൾ പയാമാറ്റർ ആണ്. ഇത് നമ്മൾ അവിടെ വരച്ചതാണ്, അവിടെ പറഞ്ഞതാണ്. ബ്രെയിൻ മെനിഞ്ചസ് എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സോ സ്പൈനൽ കോഡ് തീരുന്ന ഈ ഭാഗത്ത് വെച്ചിട്ട് അപ്പോൾ പയാമാറ്ററും അവസാനിക്കും അല്ലെ. L1 സെഗ്മെന്റ് വരെ ഉണ്ടാവുള്ളൂ പയാമാറ്റർ. കാരണം പയാമാറ്റർ സ്പൈനൽ കോഡുമായിട്ട് വളരെ ചേർന്നൊട്ടിരിക്കുകയാണ്. ബ്രെയിനും അങ്ങനെ തന്നെയാണ് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഡ്യൂറാമാറ്ററും ഈ പുറമെയുള്ള ഡ്യൂറാമാറ്ററും അരക്നോയിഡ് മാറ്ററും പിന്നെയും താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് S2 സെഗ്മെന്റ്. S2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സേക്രൽ 2 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടം വരെ പോയിട്ടാണ് അവസാനിക്കും. സോ ഈ L2 മുതൽ S2 വരെയുള്ള ഭാഗത്ത് കുറച്ച് ഫ്രീ സ്പേസ് ആയിരിക്കും. നമുക്കറിയാം ഈ അരക്നോയിഡ് മാറ്ററിന്റെയും പയാമാറ്ററിന്റെയും ഇടയിൽ എന്തുണ്ട്? സബ് അരക്നോയിഡ്
സ്പേസ് ഉണ്ട്. സബ് അരക്നോയിഡ് സ്പേസിനകത്ത് എന്താ ഉള്ളത്? അതിനകത്ത് നമ്മൾ CSF എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ CSF ഫ്ലൂയിഡ് എന്തെങ്കിലും കാരണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് L3ക്കും L4നും ഇടയിൽ ഇവിടെയുള്ള ഭാഗം സിസ്റ്റേണ എന്നാണ് പറയാം, അവിടെ നിന്ന് എടുക്കാം. സോ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയും. സോ ഇഫ് യു വാണ്ട് ടു ടാപ്പ് CSF നമുക്ക് ഇവിടെ ഒരു കുത്തു കൊടുക്കുക, അതിൽ നിന്ന് എടുക്കാം. സ്പൈനൽ കോഡിന്റെ കുത്തു കൊള്ളുന്നുണ്ടോ? ഇല്ല. ഇനി സ്പൈനൽ കോഡിന്റെ ഒരു സെക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പൈനൽ കോഡിനെ റഫ്ലി സിലിണ്ടറിക്കൽ എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ ലോങ് സിലിണ്ടറിക്കലാണ്, പക്ഷെ ഞാനിപ്പോൾ പറയുന്നു ഫുള്ളി സിലിണ്ടറിക്കൽ അല്ല, റഫ്ലി സിലിണ്ടറിക്കൽ എന്ന് പറയുമ്പോൾ എവിടെയോ ഇത്തിരി പരന്നിരിപ്പുണ്ടെന്നാണ്. സോ അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് പുറകുവശം. ഇത് സ്പൈനൽ കോഡിന്റെ പുറകുവശമാണ്, പോസ്റ്റീരിയർ സൈഡ്. ഇത് സ്പൈനൽ കോഡിന്റെ മുൻവശമാണ്, അപ്പോൾ ഇത് നമുക്ക് ആന്റീരിയർ സൈഡ്. സോ ഇവിടെയും ഇത്തിരി പരന്നാണ് ഇരിക്കുക. സോ പോസ്റ്റീരിയർലി ആൻഡ് ആന്റീരിയർലി ഫ്ലാറ്റൻഡ് ആണ് സ്പൈനൽ കോഡ്. ഇനി മുൻഭാഗത്തും പിൻഭാഗത്തും ഇവിടെയും അതിന്റെ നടുവിൽ എന്ന് പറയുമ്പോൾ മീഡിയൻ ഭാഗം, അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്. ഈ കാണുന്നതാണ് ഈ ഡിപ്രഷൻ. മുൻവശത്തുണ്ട്, മുൻവശത്ത് ഒരു ഡിപ്രഷൻ ഉണ്ട്. സോ പുറകുവശത്തുള്ളതിനെ നമ്മളപ്പോൾ പോസ്റ്റീരിയർ എന്ന് പറയും, നടുവിലാണ്ട് മീഡിയൻ എന്ന് പറയും. ആൻഡ് ഈ ഡിപ്രഷൻ നമ്മൾ പോസ്റ്റീരിയർ മീഡിയൻ സൾക്കസ് എന്നാണ് വായിക്കുക. സൾക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വിള്ളലല്ല, ഒരു ഡിപ്രഷൻ ഉണ്ടെന്നാണ് അർത്ഥം. പക്ഷേ മുൻഭാഗത്തുള്ളതിനെ നമ്മൾ ആന്റീരിയർ മീഡിയൻ ഫിഷർ എന്നാണ് പറയുക. സോ ഇത് സൾക്കസ് ആണെങ്കിൽ ഇത് ഫിഷർ ആണ്. ഫിഷർ എന്ന് പറയുമ്പോൾ വിള്ളൽ, അതിനിടയിൽ ഒരു വിള്ളൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പൊ പുറകുവശത്ത് വിള്ളലില്ല, ഒരു സൾക്കസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ മീഡിയൻ ഫിഷർ ആൻഡ് ഓൾസോ സൾക്കൈ, ദ ആന്റീരിയർ മീഡിയൻ ഫിഷർ ആൻഡ് സൾക്കൈ, ഇതിന്റെ രണ്ടിന്റെയും രണ്ട് വശത്തും എന്ന് വെച്ചാൽ ഈ സൈഡിലും അവിടെ ചെറിയ സൾക്കൈ ഉണ്ട്. ഇതാണ് ആ സൾക്കൈ, ഇവിടെ ചെറിയ സൾക്കൈ ഇവിടെ ഉണ്ട്. സൾക്കൈ എന്ന് പറയുമ്പോൾ ചെറുതാണ്. സോ 2 പുറകുവശത്ത് 2 മുൻവശത്ത്. അപ്പൊ എന്തായിരിക്കും പേര്? ലാറ്ററൽ സൾക്കൈ. അപ്പൊ ഇത് പുറകുവശത്തുള്ളതുകൊണ്ട് പോസ്റ്റീരിയർ ലാറ്ററൽ സൾക്കൈ, മുൻവശത്തുള്ളതിനെ ആന്റീരിയർ ലാറ്ററൽ സൾക്കൈ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ സ്പൈനൽ കോഡിന് മൊത്തം ഒരു പുറകുവശമുണ്ട്, ഒരു മുൻവശമുണ്ട്, ദെൻ 2 ലാറ്ററൽ സൈഡ്, അപ്പുറം ലാറ്ററൽ നടുഭാഗം ഉണ്ട് കേട്ടോ. സോ ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്റേണൽ അനാറ്റമി പറയുമ്പോൾ പറയാം. ഞാൻ ഈ സൾക്കസും ഫിഷറും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി സ്പൈനൽ കോഡ് അവസാനിക്കുന്ന L1 സെഗ്മെന്റ്, സപ്പോസ് ദിസ് ഇസ് ദ L1 സെഗ്മെന്റ് ആണെന്ന് കരുതിയാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഇൻഫീരിയർ എൻഡ്, അത് ടേപ്പേർഡ് ആൻഡ് കോണിക്കലാണ്. സോ ഈ ഭാഗം ഇൻഫീരിയർ എൻഡ് ഓഫ് സ്പൈനൽ കോഡിനെ നമ്മൾ വിളിക്കുക കോണസ് മെഡുല്ലാരിസ് എന്നാണ് ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക. ഇപ്പൊ സ്പൈനൽ കോഡ് ഇവിടെ വെച്ച് അവസാനിച്ചു. പക്ഷെ കോണസ് മെഡുല്ലാരിസിൽ നിന്ന് വേറെ ഒരുപാട് ആൾക്കാർ ആരംഭിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡിൽ നിന്നാണ്. സോ സ്പൈനൽ നെർവ്സ് എല്ലാം കൂടി ഒരുമിച്ച് താഴേക്ക് ഒരു കെട്ടായിട്ട് വരും. ലംബാർ സെഗ്മെന്റ്സ് ഉണ്ട്, സേക്രൽ സെഗ്മെന്റ്സ് ഉണ്ട്, സ്കോസിക്സൽ സെഗ്മെന്റ്, ഇതെല്ലാം ഇവിടെ നിന്നാണ് ആരംഭിക്കുക. ഇതിങ്ങനെ താഴേക്ക് ഒരു കെട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക, താഴത്തേക്ക് ഇങ്ങനെ വരികയാണ്. സോ ലുക്സ് ലൈക്ക് ഒരു കുതിരവാൽ പോലെയാണ് ഇരിക്കുക. അപ്പൊ അതിന്റെ പേര് കുതിരവാൽ എന്ന് തന്നെയാണ്. കുതിരവാലിന് ഇംഗ്ലീഷിൽ എന്ത് പറയും എന്ന് വെച്ചാൽ ഇക്വിന എന്ന് വെച്ചാൽ കുതിരയാണ്, കോഡ എന്ന് വെച്ചാൽ വാലാണ്, കോഡൽ ഏരിയ, ഇക്വിന എന്ന് പറയും കുതിരവാൽ. സോ ഇക്വിന ഇസ് ദ കളക്ഷൻ ഓഫ് നെർവ് റൂട്ട്സ് ഫ്രം ദ കോണസ് മെഡുല്ലാരിസ്. ഇനി കോണസ് മെഡുല്ലാരിസിൽ സ്പൈനൽ കോഡ് അവസാനിക്കുകയാണെങ്കിൽ നമുക്കറിയാം പയാമാറ്ററും അവിടെ അവസാനിക്കും. പക്ഷെ പയാമാറ്ററിന്റെ ഒരു സ്ട്രെച്ച്, ഒരു തിൻ ഫിലമെന്റ് ഇതിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു തിൻ സെഗ്മെന്റ് ഫിലമെന്റ് താഴേക്ക് വരുന്നിട്ട് അത് കോണസ് മെഡുല്ലാരിസിലൂടെ ഇങ്ങനെ അങ്ങ് പോയി കോഡൈക്കിനയിലൂടെ ഇങ്ങോട്ടേക്ക് പോയി ഏറ്റവും അടിവശത്തുള്ള കോസിക്സിൽ പോയി ഇങ്ങനെ ഒട്ടി. അപ്പൊ എന്താ കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇതൊരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഒന്ന് ബലമായിട്ട് പിടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഫിലമെന്റിന്റെ പേര്, തിൻ ഫിലമെന്റിന്റെ പേര് പയാമാറ്ററിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതിനെ നമ്മൾ വിളിക്കുക ഫൈലം ടെർമിനേൽ എന്നാണ് വിളിക്കുക, ഫൈലം ടെർമിനേൽ. അപ്പൊ ഈ ഫൈലം ടെർമിനലിന് എത്ര സെന്റിമീറ്റർ നീളം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവസാനിക്കുന്ന കഴിഞ്ഞിട്ട് 20 സെന്റിമീറ്ററോളം കാലിയാന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് വിൽ കം അറൌണ്ട് സം 20 സെന്റിമീറ്റർ. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്പൈനൽ നെർവ്സ് ആണ് പുറത്തേക്ക് പോവുക. ഇങ്ങോട്ടേക്കും വരുന്നു പോകുന്നു, രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും. സോ അപ്പോൾ ഇത് വരിക അവിടെ ഒട്ടിച്ചേരണമല്ലോ. ഒട്ടിച്ചേർന്നതിന് നമ്മൾ സ്പൈനലിന്റെ നെർവ് റൂട്ട് എന്നാണ് അതിനെ വിളിക്കുക, നെർവ് റൂട്ട്. ഇപ്പൊ നെർവ് റൂട്ട് ഇവിടെ പിടിപ്പിച്ചു വെക്കണം. എങ്ങനെയായിരിക്കും പിടിപ്പിച്ചു വെക്കാൻ? ഇതേപോലെ പയാമാറ്ററിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുക ഡെന്റിക്കുലേറ്റ് ലിഗമെന്റ് എന്നാണ് അതിനെ വിളിക്കുക. അത് എവിടെയായിരിക്കും പിടിപ്പിച്ചു വെക്കാന്ന് വെച്ചാൽ ഡ്യൂറാമാറ്ററിലായിരിക്കും പിടിപ്പിച്ചു വെക്കുക. സോ ഡെന്റിക്കുലേറ്റ് ലിഗമെന്റ്സ് ആർ നത്തിങ് ബട്ട് പയാമാറ്ററിന്റെ എക്സ്റ്റൻഷൻ ആണ് വിച്ച് ഫിക്സ് ദ സ്പൈനൽ നെർവ്സ്. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് സ്പൈനൽ നെർവ്സ് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര എണ്ണം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ കണക്ക് 31 പെയേഴ്സ് ആണ്. പെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇടതുവശത്തുണ്ടായിരിക്കണം, വലതുവശത്തുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇവിടെ 31, ഇവിടെ 31. ആൻഡ് ദി സ്പൈനൽ നെർവ്സ് ഇസ് ദ പാർട്ട് ഓഫ് വാട്ട്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം സ്പൈനൽ
സ്പൈനൽ കോഡും ബ്രെയിനും ആണെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം ഏതൊക്കെയാണ്? സ്പൈനൽ നെർവ്സും ദെൻ സം ക്രേനിയൽ നെർവ്സ് 3, 7, 9, 10 ഇതൊക്കെയാണ്. ആൻഡ് ഈ സ്പൈനൽ നെർവ്സ് എല്ലാം തന്നെ മിക്സഡ് നെർവ് ആയിരിക്കും. കാരണം സെൻസറി ഇങ്ങോട്ടേക്ക് പോകണം, മോട്ടോർ പുറത്തേക്കും പോകണം. ഇനി വെർട്ടിബ്രൽ കോളം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വെർട്ടിബ്രൽ കോളത്തിൽ നമുക്കറിയാം 7 സെർവിക്കൽ വെർട്ടിബ്രയാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ വെർട്ടിബ്രയുടെ മുകളിലൂടെയാണ് ആദ്യത്തെ സ്പൈനൽ നെർവ് വരിക. ആൻഡ് അവസാനത്തെ വെർട്ടിബ്രയുടെ അടിയിലൂടെയാണ് ഒരു സ്പൈനൽ നെർവ്. അപ്പോൾ നമുക്ക് 8 സ്പൈനൽ നെർവ്സ് ഇവിടെ ഉണ്ടാവും. തൊറാസിക് 12 ആണ്, തൊറാസിക് വെർട്ടിബ്ര 12 ആണ്. അപ്പോൾ നമുക്ക് 12 സ്പൈനൽ നെർവ്സ് തൊറാസിക് ഭാഗത്തു നിന്നുണ്ടാകും. ആൻഡ് ലംബാർ 5 ആണ്. 5 ലംബാർ സ്പൈനൽ നെർവ്സ് ഉണ്ടായിരിക്കും, 5 സേക്രൽ സ്പൈനൽ നെർവ്സ് ഉണ്ടായിരിക്കും. ഒരേ ഒരെണ്ണം കോക്സിജിയൽ ഒരെണ്ണമാണ്. സോ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 + 12 + 5 + 5 + 1 ടോട്ടൽ = 31. അപ്പോൾ ഇവിടെ 31, ഈ സൈഡിലും 31, അങ്ങനെ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ സ്പൈനൽ സെഗ്മെന്റ്സ് ആൻഡ് റീജിയനെ പറ്റിയാണ്. ഈ സ്പൈനൽ നെർവ്സ് തുടങ്ങുന്ന ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇവയ്ക്ക് പേര് കൊടുക്കുക. സെർവിക്കൽ തുടങ്ങുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ സെർവിക്കൽ റീജിയൻ എന്നായിരിക്കും. സെർവിക്കൽ റീജിയൻ. തൊറാസിക് ആകുമ്പോൾ അപ്പോൾ തൊറാസിക് റീജിയൻ എന്ന് വിളിക്കാം. അപ്പോൾ അതേപോലെ ലംബാർ റീജിയൻ ഉണ്ട്. ദെൻ പിന്നെ ഏതാണുള്ളത്? സേക്രൽ റീജിയൻ ഉണ്ട്. സോ ദിസ് ഈസ് സേക്രൽ റീജിയൻ ആൻഡ് ദിസ് ഈസ് കോക്സിജിയൽ റീജിയൻ എന്ന് പറയും. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് സ്പൈനൽ നെർവ്സ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേ വണ്ണമല്ല. 2 ഭാഗങ്ങൾക്ക് കുറച്ച് വണ്ണം കൂടുതലുണ്ട്. സോ ഇവിടെ നിന്ന് വണ്ണം കൂടുതലുണ്ട്, ഇവിടെയും കുറച്ച് വണ്ണം കൂടുതലുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഇതിന്റെ പേര് ആദ്യം പറയാം. ഇതിന്റെ പേര് സ്പൈനൽ എൻലാർജ്മെന്റ്സ് എന്നാണ്. വണ്ണം കൂടുതലുള്ള ഭാഗം എൻലാർജ്മെന്റ് ആണല്ലോ. ഒന്ന് സെർവിക്കൽ 4, 4 തൊട്ട് തൊറാസിക് 1 വരെ ഇത്തിരി വീർത്തിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് കൈകളിലേക്ക് നെർവ് പോവുക. സോ കൂടുതൽ ഭാഗത്തേക്ക് നെർവ് പോകാനുള്ളതുകൊണ്ട് കൈകളിലേക്ക്, ഫോറാമിലേക്കൊക്കെ നെർവ് പോകുന്നുണ്ട്. സോ ഇതാണ് ഒരു എൻലാർജ്, കുറച്ച് തിക്കൻഡ് ആണ് ഇവിടെ. സ്പൈനൽ എൻലാർജ്മെന്റ് ഉണ്ട്. ആൻഡ് രണ്ടാമത്തത് കാലുകളിലേക്ക് പോകുന്നത്, അതിനെ നമ്മൾ ലംബാർ എൻലാർജ്മെന്റ്. കാലുകളിലേക്ക് ഇവിടെ നിന്ന് നെർവ് പോകാനുള്ളത് കൊണ്ട് അവിടെയും കുറച്ച് വലുതായിട്ടിരിക്കും, അവിടെയും കുറച്ച് എൻലാർജ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെർവ്സിന്റെ അറ്റം നെർവ്സ് റൂട്ട്സ് എന്നാണ് പറയാ. സോ ഇത് നെർവ്സ് റൂട്ടുകളാണ്. ഓരോ ഭാഗത്തും സ്പൈനൽ കോഡിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റൂട്ട്സും ഉണ്ട്, ദെൻ റൂട്ട്ലെറ്റ്സ്. സോ ഇത് മൊത്തം റൂട്ടാണെങ്കിൽ ഇത് റൂട്ട്ലെറ്റ്സ് ആയിട്ട് നമുക്ക് കൂട്ടാം. സോ റൂട്ട്സ് ആൻഡ് റൂട്ട്ലെറ്റ്സ് വഴിയാണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ സ്പൈനൽ കോഡിന്റെ പിറകുവശം ഇത് മുൻവശമാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ഫ്രണ്ട്. ഇപ്പം എൻ്റെ മുഖവും കണ്ണും ഒക്കെ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇതെന്റെ പുറകുവശമാണെന്ന് വിചാരിക്കുക. സോ സ്പൈനൽ കോഡിന്റെ പിറകുവശം അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഭാഗത്ത് ഇവിടെയുള്ള റൂട്ട്ലെറ്റ്സ് ആൻഡ് റൂട്ട്സ് ആർ ദിസ്. ഇങ്ങോട്ടേക്ക് വരുന്ന ഇങ്ങോട്ടേക്ക് പോകുന്ന. സോ ദീസ് ആർ സെൻസറി ഇൻ നേച്ചർ. സോ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസ്, ഇപ്പൊ ഇതെന്റെ കൈയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പൾസ് വരികയാണെങ്കിൽ അത് പോകുന്നത് സ്പൈനൽ കോഡിന്റെ പിറകുവശത്തേക്കാണ്, പോസ്റ്റീരിയർ ഭാഗത്തേക്കാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. സോ ദീസ് ആർ സെൻസറി നെർവ്സ്. അപ്പൊ ഇനി ബ്രെയിനിൽ നിന്ന് വരുന്ന ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നതോ അത് മുൻവശത്താണ്. സന്ദേശങ്ങൾ സ്പൈനൽ കോഡിൽ നിന്ന് കയ്യിലേക്കോ മറ്റു ഭാഗത്തേക്കോ പോകുന്നത് മുൻവശത്ത് കൂടിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആന്റീരിയർ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെൻസറി നെർവ്സ് ആർ പോസ്റ്റീരിയർ വൈൽ മോട്ടോർ നെർവ്സ് ആർ ആന്റീരിയർലി അറ്റാച്ച്ഡ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ സെൻസറി നെർവ്സ് പോകുന്ന നോക്കുക. ഇവിടെ എത്തുമ്പോൾ ഇത്തിരി വണ്ണം കൂടുതലുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഇത്തിരി വണ്ണം കൂടുതലുണ്ട്. ഇവിടെ നോക്കുക, പുറകുവശത്ത് മാത്രമേ വണ്ണം വരച്ചിട്ടുള്ളൂ, മുൻവശത്ത് വണ്ണം കൂട്ടി വരച്ചിട്ടില്ല. പുറകുവശത്ത് ഇത്തിരി വണ്ണം. സോ വാട്ട് ഈസ് ദിസ്? ഇതിനെയാണ് നമ്മൾ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ ഈ നെർവ്സിന്റെ ഇതെല്ലാം ഇതിന്റെ ഡെൻഡ്രൈറ്റ്സ് ആണ്. ഇങ്ങനെ അങ്ങ് പോയി ഇവിടെയാണ് അതിന്റെ സെൽ ബോഡി ഇരിക്കുക. സെൽ ബോഡി കഴിഞ്ഞിട്ട് പിന്നീട് ആക്സോൺ ആണ് ഇങ്ങോട്ടേക്ക് പോവുക. സോ ദിസ് ഇസ് യൂഷ്വലി സ്യൂഡോ യൂണിപോളാർ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആയിരിക്കും ഇവിടെ കൂടുതൽ ഉള്ളത്. അതുകൊണ്ടാണ് ദിസ് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ കണ്ടെയ്ൻസ് ദ സെൽ ബോഡീസ്. നേരെ തിരിച്ച് ബ്രെയിനിൽ നിന്ന് വരുന്ന, മുകളിലെ ബ്രെയിൻ ആണല്ലോ, ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെന്നായിരിക്കും. അത് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും. ആൻഡ് ദിസ് ന്യൂറോൺസ് ആർ കോൾഡ് ആസ് മോട്ടോർ ന്യൂറോൺസ് ആണ്. മോട്ടോർ ന്യൂറോൺസിനെ നമ്മൾ വിളിക്കുക ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെയൊക്കെയുള്ള ന്യൂറോൺസ്. മോട്ടോർ ന്യൂറോൺസ് ആണ് താഴത്തേക്ക് പോവുക, അല്ലെങ്കിൽ ടു ദ ഓർഗൻസിലേക്ക് പോവുക വിത്ത് ഇൻസ്ട്രക്ഷൻസ്. അല്ല, ബ്രെയിനിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷനായിട്ട് വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റേണൽ അനാറ്റമി പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത് ഈ ഭാഗത്തെ കുറിച്ച് മാത്രമാണ്. ഇതെന്താണ്, ഈ ഭാഗം എന്താണ്, ഇവിടെ എന്തൊക്കെ ന്യൂക്ലിയസുകൾ ഉണ്ട്, ഇത്തിരി കൂടുതൽ പറയാനുണ്ട്, കൂടുതൽ സമയമെടുക്കും. സോ എക്സ്റ്റേണൽ അനാറ്റമി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇന്റേണൽ അനാറ്റമി അടുത്ത വീഡിയോയിൽ. So that's all in this video. Thank you for watching.